നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തുടങ്ങി വിഴിഞ്ഞം വരെ എത്ര പദ്ധതികളാണ് ഈ CPM കൊടികുത്തിയത്. പിന്നീട് അതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളായി CPM തന്നെ മാറുകയും ചെയ്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്നതിന് അതിശക്തം എതിർത്ത പാർട്ടിയാണ് CPM. അന്ന് തൻ്റെ നെഞ്ചിൽ കൂടിയല്ലാതെ നെടുമ്പാശ്ശേരി വിമാനം ഇറങ്ങില്ല എന്നു പറഞ്ഞ നേതാക്കളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ സമരം ചെയ്ത നേതാക്കൾ വിമാനത്താവള ഭരണസമിതിയിൽ തലപ്പത്തുണ്ട്. വിഴിഞ്ഞം തുറമുഖം കടൽ കൊള്ളയാണ് എന്നെഴുതിയത് ദേശാഭിമാനിയാണ്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ കരാറിൽ കേരളത്തെ തൂക്കി വിൽക്കുമെന്നും വലിയ കൊള്ളയെന്നും പറഞ്ഞ് നടന്നവർ ഇന്ന് അതേ വിഴിഞ്ഞത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഗുണഭോക്താക്കളാണ് ഇതിൻ്റെ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. CPM എതിർത്ത അദാനി പോർട്ടുമായി തന്നെ ആദ്യം എതിർത്തു, പിന്നീട് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങി. രണ്ടു നീക്കത്തിനും ഒരേ കാരണം തന്നെയാണ്, രാഷ്ട്രീയ നേട്ടം. കൊച്ചി കരൂർ ഗ്യാസ് പൈപ്പ് ലൈനും ഇത്തരത്തിൽ ആദ്യം എതിർത്തു, പിന്നീട് നടപ്പാക്കി. അതിൻ്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കളായി പിന്നെയും മാറിയവർ. പ്രീ ഡിഗ്രി കോഴ്സിനെ സർവകലാശാലയിൽ നിന്നും അടർത്തി പ്രത്യേക ബോർഡിന് കീഴിലാക്കുന്ന പ്രീ ഡിഗ്രി ബോർഡിൻ്റെ തന്നെ ആദ്യം എതിർത്തത് CPM നേതൃത്വത്തിലുള്ള സംഘടനകളാണ്. അതിൻ്റെ പേരിൽ കലാലയങ്ങൾ സമരഭൂമികളായി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സ്വാശ്രയ കോളേജുകൾ വരുന്നതിന് ആദ്യം എതിർത്തു, പിന്നീട് വിദ്യാർത്ഥി സമരം കൊണ്ട് നേരിട്ടു. തെരുവുകൾ സമരഭൂമികളായി. ഇന്ന് സ്വകാര്യ സ്വാശ്രയ കോളേജുകൾക്ക് പരവതാനി വിരിക്കുന്നു. സർക്കാർ നിയന്ത്രണത്തിൽ സ്വാശ്രയ കോളേജുകളും തുടങ്ങി. ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജുകൾ അടക്കം എല്ലാ മേഖലയിലും സ്വാശ്രയ കോളേജുകൾ വന്നു. ഇപ്പോൾ അതിനെല്ലാം നേട്ടമായി കൊണ്ടാടുന്നു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയുടെ യാത്രയും അതേ പാതയിൽ തന്നെ. കഴിഞ്ഞ 5 വർഷമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയാണ് ഇത്. CPM നേതൃത്വത്തിൽ അതീവ രഹസ്യമായി സർക്കാർ നടപ്പാക്കാൻ പോവുകയാണിപ്പോൾ.